ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എലവഞ്ചേരി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ ചോദിക്കുമ്പോൾ ദേഷ്യം വരുന്ന, പത്രക്കാർ ചോദിക്കുമ്പോൾ ദേഷ്യം വരുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ അണികൾ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഞങ്ങളിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോയ ഈ പണം നിങ്ങൾ എന്ത് ചെയ്തു എന്നതാണ്. ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയുന്നില്ലെങ്കിൽ കാണിച്ചു തരാമെന്നാണ് കോൺഗ്രസിന്റെ ആളുകൾ പറയുന്നത്. ഞങ്ങളോട് ഒരുപാട് ആളുകൾ പറഞ്ഞു, ബൊമ്മാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇതല്ലേ ഇവരാകെ പറയുന്നത്. പിന്നെ പറയുന്ന ഒരു കാര്യം എന്താ? നെല്ല് സംഭരിക്കുന്നില്ല. പിന്നൊരു വിഷയം അതാ. രണ്ട് കാര്യങ്ങളാണ് ഇവർ പ്രധാനമായും പറഞ്ഞു നടക്കുന്നത്. നെല്ല് സംഭരണം കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിനും നെല്ല് കൊടുത്താൽ ഉടനെ കൃഷിക്കാരന്റെ കയ്യിൽ പണം കിട്ടുന്നതിനും നമ്മൾ തുടർന്നു വന്ന കാര്യങ്ങളെല്ലാം മാറ്റം വരുത്തി സഹകരണ സംഘങ്ങളെ ചുമതലപ്പെടുത്തി സഹകരണ സംഘങ്ങളും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റും അതോടൊപ്പം തന്നെ ഇത് നെല്ല് വാങ്ങി അരിയാക്കുന്ന മില്ലുകാരും എല്ലാം തമ്മിലുള്ള ഒരു കരാറുണ്ടാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു പുതിയ കരാറൊക്കെ വരുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് ഇന്ന് മുതൽ ഇപ്പോൾ എലവഞ്ചേരി ബാങ്കിൽ നിന്ന് PRS കൊടുത്തവർക്ക് പണം കൊടുക്കാൻ തുടങ്ങിയില്ലേ? എല്ലാ ബാങ്കിലും കൊടുക്കാൻ തുടങ്ങി. അത് ആദ്യത്തെ ഘട്ടമായതുകൊണ്ടാണ് അടുത്ത സീസൺ ആകുമ്പോൾ നെല്ല് സംഭരണത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. CPI നേതാവ് AK അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി K രമാധരൻ, നെന്മാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ രവീന്ദ്രൻ, ലോക്കൽ കമ്മിറ്റി മെമ്പർ PN വിശ്വനാഥൻ, എലവഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രേണുക, വൈസ് പ്രസിഡന്റ് A ചെന്താമര എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സെക്രട്ടറി K ശിവരാമൻ സ്വാഗതവും ലോക്കൽ കമ്മിറ്റി മെമ്പർ V മാധവൻ നന്ദിയും പറഞ്ഞു. നാസിക് ഡോളിന്റെ അകമ്പടിയോടുകൂടി കുമ്പളക്കോട് നിന്നും ആരംഭിച്ച റാലി കരിങ്കുളത്ത് സമാപിച്ചു. 16 ബൂത്തുകളിൽ നിന്നുള്ളവർ റാലിയിൽ പങ്കെടുത്തു. റാലിയിൽ SFI വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും ഉണ്ടായി.